ഔലന്നാസി ബിൽ ഇമാമത്തി അബുൽ മയ്യത്ത്. അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മയ്യത്ത് മരിച്ച ഉടനെ മരിക്കുന്നതിന് മുമ്പ് ഇമാമത്ത് നിൽക്കാൻ, കുളിപ്പിക്കാൻ, ഇങ്ങനെ ഓരോ വിഷയത്തിൽ മയ്യത്തിൻ്റെ അനന്തര കർമ്മങ്ങൾ ചെയ്യാൻ ആർക്കൊക്കെയാണ് പ്രിഫറൻസ് ഉള്ളത് എന്നാണ് നമ്മുടെ ചർച്ച. അതിൽ പ്രിഫറൻസ് ഉള്ള ആളുകളുണ്ട്, ചെയ്യാൻ പെർമിഷൻ ഇല്ലാത്ത ആളുകളുണ്ട്. പെട്ടൊന്നാണ് അന്യ സ്ത്രീയെ കുളിപ്പിക്കാൻ അന്യ പുരുഷന് ഒരിക്കലും പെർമിഷൻ ഇല്ല. സ്ത്രീയെ കുളിപ്പിക്കാൻ മഹറമായ സ്ത്രീകൾക്കാണ് ഏറ്റവും ആദ്യം പ്രിഫറൻസ് ഉള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. മഹറം എന്നത് ഉദ്ദേശിച്ചത് അവരുടെ അടുത്ത കുടുംബക്കാരികളായ ആളുകൾ. ഇപ്പോൾ ഉമ്മ, മകൾ, സഹോദരി, അമ്മായി, ഇങ്ങനെയൊക്കെയാണല്ലോ ബന്ധങ്ങളുടെ അടുപ്പം. അപ്പം അതിനൊത്തിട്ടാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം അതിൽ ആ ഒരു ശ്രേണിയിലെ മറ്റൊരു ചർച്ച, ഔലന്നാസി ബിൽ ഇമാമത്തി, ഇമാമത്തിനോട് ഏറ്റവും ബന്ധപ്പെട്ടത് അബുൽ മയ്യത്തി, മയ്യത്തിൻ്റെ വാപ്പയാണ്. അപ്പോൾ വാപ്പാക്ക് തൻ്റെ പിൻഗാമിയാവേണ്ട മകൻ്റെ തിരോധാനത്തിലുള്ള വേദനയും, ആ മകൻ വളർന്നു കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആ മകൻ്റെ ജനാസക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രാർത്ഥനയുടെ നിഷ്കളങ്കതയുമെല്ലാം അള്ളാഹു സ്വീകരിക്കാൻ കാരണമാകും. അതാണ് വാപ്പാക്ക് അവിടെ പ്രിഫറൻസ്. പിന്നെ അബൂഹു, വാപ്പാൻ്റെ വാപ്പ. അപ്പോൾ പേരക്കുട്ടിക്ക് വല്ലിപ്പ ഇമാമത്ത് നിൽക്കാം എന്നല്ല, വല്ലിപ്പക്ക് നിൽക്കലാണ് വാപ്പ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം. സുമ്മൽ ലിബിനു, പിന്നെയാണ് മകൻ. അപ്പോൾ മരിച്ച മയ്യത്തിൻ്റെ വാപ്പയും വല്ലിപ്പയുടെയും ഉള്ള ആ ഒരു മുൻഗണന കഴിഞ്ഞിട്ട് മരിച്ച മയ്യത്തിൻ്റെ മകനിക്ക് മുൻഗണന ഉള്ളൂ. ഫൈബിനുഹു, പിന്നെ മകൻ്റെ മകൻ, ഇപ്പം മരിച്ച മയ്യത്തിൻ്റെ പേരക്കുട്ടി. സുമ്മല്ലാഹു, പിന്നെ സഹോദരൻ. ഫൈബിനുഹു, സഹോദരൻ്റെ മകൻ. സുമ്മല്ലമ്മു, പിന്നെ മയ്യത്തിൻ്റെ വാപ്പയുടെ സഹോദരൻ, മയ്യത്തിൻ്റെ വാപ്പയുടെ സഹോദരൻ. ഫൈബിനുഹു, ആ സഹോദരൻ്റെ മകൻ. ഇങ്ങനെയൊക്കെയാണ് മരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രിഫറൻസ് ഉള്ളത്. പിന്നെ നമ്മുടെ നാടുകളിലൊക്കെ വലിയ ഉസ്താദുമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രവർത്തകരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഈ പ്രമുഖനായ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ വലിയ തങ്ങന്മാരും ആലിമീങ്ങളായ തങ്ങന്മാരുമൊക്കെ വരും. അപ്പോൾ ആ വരുന്ന സമയത്ത് അവരുണ്ടായിരിക്കെ മയ്യത്തിൻ്റെ ആലിമും സയ്യിദുമല്ലാത്ത ഒരു മകൻ അവിടെ ഇമാമത്ത് നിൽക്കുന്നതിനേക്കാളും ഉത്തമം എന്ന് പറഞ്ഞാൽ മുൻഗണന അവർക്കാണ് അവിടെ ഹക്കുള്ളത്. ആ ഹക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകൾക്ക് വകവെച്ചു കൊടുക്കാം. അപ്പം അവർക്ക് പറയാം, ഒരു സയ്യിദ്, ആലിമായ ഒരു സയ്യിദ് ആ സദസ്സിലുണ്ടെങ്കിൽ ആ സയ്യിദിനെ നിർത്തി ദുആ ചെയ്യുന്ന സമയത്ത് അതിനും ഒരു മഹത്വം കൂടുമല്ലോ. കാരണം ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവരുണ്ടാകുമല്ലോ. അപ്പം മരിച്ചെന്ന് വീട്ടിൽ ചെന്നുകൊണ്ട് മഗ്‌രിബിൻ്റെ ശേഷമുള്ള തഹ്ലീലിലും പിറ്റേന്ന് ഖബറിൻ്റെ അരികിൽ വന്നൊക്കെ ദുആ ചെയ്യുന്ന സമയത്തൊക്കെ മക്കളെ ദുആയും ബന്ധപ്പെട്ടവരുടെ ദുആയൊക്കെ മയ്യത്തിന് കിട്ടും. അപ്പോൾ ഉപ്പയുടെ വിവരം അറിഞ്ഞു വന്ന ഈ സയ്യിദ്, അദ്ദേഹം ഇമാമ നിൽക്കുന്നതോടുകൂടെ അദ്ദേഹത്തിൻ്റെ ദുആക്കും അള്ളാഹുവിൻ്റെ അരികിൽ ഖബൂലിയത്ത് ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ആണ് അങ്ങനത്തെ സമയങ്ങളിൽ നമ്മുടെ തങ്ങന്മാരെയും സയ്യിദുമാരെയൊക്കെ ഇമാമ നിർത്തുന്നത്. ചിലയിടങ്ങളിലൊക്കെ വലിയ ഉസ്താദുമാരെ അങ്ങനെ കാണികളായി നിർത്തിയിട്ട് സാധാരണക്കാരായ ആളുകൾ കയറി ഇമാമ നിൽക്കുന്നത് കാണാം. അത് കുഴപ്പമൊന്നുമില്ല, നിസ്കാരം ശരിയാവാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും അതിന്
ഒരു മാറ്റം നല്ലതാണ്. അപ്പോൾ മഹല്ലിലെ നേതൃത്വം നൽകുന്ന ആളുകൾ ആ രീതിയിലുള്ള ബോധവൽക്കരണം ജനങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് ഉപകാരപ്പെടുമെന്നാണ് ഉസ്താദുമാരൊക്കെ പറഞ്ഞിട്ടുള്ളതും നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളതും. പ്രമുഖരായ ഉസ്താദുമാരിൽ തന്നെ ഞാനത് കേട്ടിട്ടുണ്ട്. ഉസ്താദ് അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. വൽ ഫാസിഖു വൽ മുബ്തദിഉ വൽ ഖാതിലു ലാ ഹഖ്ഖ ലഹും ഫിൽ ഇമാമ. ഫാസിഖ്, തെമ്മാടിയായ ആള്, പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആള്, തെറ്റിൻ്റെ മേൽ ഉറച്ചു നിൽക്കുന്ന ആള്, ചെയ്ത തെറ്റിൻ്റെ മേലിൽ അഹങ്കരിച്ച് സന്തോഷിച്ച് നടക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഫാസിഖ് എന്ന് പറയാം. ഫാസിഖിന് കുറേ ഡെഫിനിഷനുകളുണ്ട്. അത് ഇന്ന ഒരു കാരണം കൊണ്ട് ഫാസിഖ് എന്നല്ല, അത് പലതും സമ്മേളിച്ചു കൊണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഫാസിഖിന് എന്താക്കാൻ പറ്റും, കാണാൻ പറ്റും. ഫാസിഖ് ഞാൻ ഫാസിക്കാന്ന് പറഞ്ഞാൽ എന്താവില്ല, അങ്ങനെ നടക്കൂല. തെറ്റിൻ്റെ മേലിൽ സ്ഥിരമാവുക, തെറ്റുകൊണ്ട് ആനന്ദിക്കുക തുടങ്ങിയ സംഗതികളൊക്കെ ഫിസ്ക് വരും. സ്ഥിരമായ ഹറാമ് ചെയ്യുന്നത്, സ്ഥിരമായ കറാഹത്തിൻ്റെ മേൽ ഉറച്ചു നിൽക്കുന്നത്, ഹറാമ് സംഭവിച്ചു പോകലല്ല, ആ ഹറാമിൻ്റെ മേലിൽ ഉറച്ചു നിൽക്കൽ, ചെറുദോഷത്തിൻ്റെ മേലിൽ ഉറച്ചു നിൽക്കലൊക്കെ വളരെ അപകടമാണ്. അതാണ് ഫാസിഖ്. പിന്നെ വൽ മുബ്തദിഉ, ബിദ്അത്തുകാരൻ, പുത്തനാശയക്കാരൻ. വൽ ഖാതിലു, കൊലയാളി. ലാ ഹഖ്ഖ ലഹും ഫിൽ ഇമാമ, അവർക്ക് എന്തില്ല, ഇമാമത്തിൽ ഒരു ഹക്കുമില്ല. അപ്പം അത് മയ്യത്തിൻ്റെ വാപ്പയോ മകനോ, ഇപ്പം നമ്മൾ മേലെ പ്രെഫറൻസ് കൊടുത്ത ആളുകളുണ്ടല്ലോ, അബുൽ മയ്യത്ത്, അബൂഹു, ഇബിനുഹു, സുമല്ലാഹ്, അമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രെഫറൻസ് ആയി കൊടുത്ത ആ ഫാമിലി ശ്രേണിയിൽപ്പെട്ട ഇവർ ഫാസിഖോ മുബ്തദിയോ ഖാതിലൊക്കെ ആണെങ്കിൽ അവർ ഈ ഒരു വിഷയം കൊണ്ട് തന്നെ അവർക്കുള്ള ആ മുൻഗണന അവിടെ എന്ത് ചെയ്തു, മിസ്സായിപ്പോയി. ഇനി അവരെ മുന്തിക്കേണ്ടതില്ല. അപ്പോൾ അവരുടെ കുടുംബ ബന്ധം ചിന്തിക്കേണ്ട വിഷയമാണ്. കുടുംബ ബന്ധത്തിന് എപ്പോഴാണ് അതിനൊരു അതോറിറ്റി കിട്ടുക, അവരുടെ ആത്മീയമായ ജീവിതം കൂടെ ഉത്തമമാകുമ്പോഴാണ് ആ കുടുംബ ബന്ധത്തിന് പവർ കിട്ടുക. ഇതിൽ സ്വത്തവകാശത്തിൽ ബിദ്അത്തുകാരനും ഫാസിക്കിനും സ്വത്തവകാശം ഉണ്ടാവും, പക്ഷെ കൊലയാളിക്ക് സ്വത്തവകാശം ഉണ്ടാവില്ല. അപ്പം നമ്മളൊക്കെ വളരെ ദാരുണ സംഭവമായി നോക്കിക്കണ്ടൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ. വാപ്പയെ ഒരു മകന് സ്വത്തിൻ്റെ പേരിൽ വാപ്പനെ അടിച്ചു, വാപ്പ അത് മരിച്ചു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പല ആളുകളും പല രീതിയിലൊക്കെ അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ ഞാനൊക്കെ അതിന് മറുപടി എഴുതിയിരുന്നു. ഇസ്ലാമിൽ കൊലയാളിക്ക് സ്വത്തവകാശമില്ല. വാപ്പയുടെ സമ്പത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൊല നടത്തിയതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടൂല, ആ സമ്പത്ത് കിട്ടൂല, കൊന്നു എന്നതിൻ്റെ പേരിൽ. സ്വാഭാവികമായ വാപ്പ മരിച്ചു അങ്ങനെയാണെങ്കിൽ ആ വാപ്പയുടെ സമ്പത്ത് മകൾക്ക് കിട്ടും. മറ്റാരെക്കാളും കൂടുതൽ മക്കൾക്കാണ് കിട്ടുക. എത്ര ആൺകുട്ടികളുണ്ടെങ്കിലും അവർക്ക് തുല്യമായിട്ട് കിട്ടും. അവർക്ക് കിട്ടുന്നതിൻ്റെ പകുതി അവരുടെ സഹോദരിക്ക് കിട്ടും, അതായത് മയ്യത്തിൻ്റെ മകൾക്ക് കിട്ടും. അതെൻ്റെ മയ്യത്തിന് അങ്ങനെ വേർതിരിക്കണ? ആ സഹോദരൻ്റെ ഭർത്താവ് വേറെ സഹോദരനെ നോക്കാനുണ്ടാവുമല്ലോ. ഈ മയ്യത്തിൻ്റെ മക്കൾക്ക്, ആൺകുട്ടികൾക്ക് കിട്ടാനുള്ള ഈ വാപ്പയുടെ നിന്ന് കിട്ടുന്നു. അവർക്ക് അവരുടെ ഭാര്യമാരെ നോക്കണം, അവരുടെ ഭാര്യമാർക്ക് അവരുടെ ഉപ്പയുടെ പകുതിയും കിട്ടും. അപ്പോൾ ഇവരുടെ ഒന്നരായി, ഇപ്പോൾ ഇവിടെ ഒന്നരായി. ഈ പെൺകുട്ടിക്ക് ഇവരുടെ അരിയും കിട്ടും, അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ ഉപ്പയിൽ നിന്ന് കിട്ടുന്നതും കിട്ടും. അപ്പോൾ സമമല്ലോ. അപ്പോൾ കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്തം ആണുങ്ങൾക്കാവുന്നത് കൊണ്ട് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ഈ കുടുംബം എന്ന് മാത്രമല്ല, സമൂഹത്തിൽ തന്നെ എത്ര ബാധ്യതകൾ ആണുങ്ങൾക്കുള്ളതാണ്. എത്ര സംഘടനകളുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ SSFന് നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. SYS ഉണ്ട്, മുസ്ലിം ജമാഅത്തുണ്ട്, നമ്മുടെ നാടുകളിൽ നടക്കുന്ന പല പരിപാടികളും. ഇങ്ങനെയെല്ലാം ആണുങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായ സംഗതികൾ, ഇടപാടുകളൊക്കെ അവരെ സംബന്ധിച്ചുണ്ടാവും. അപ്പോൾ അവരുടെ കയ്യിൽ കൂടുതൽ പണം കൊടുക്കുന്നു. സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല, അത് റിസ്ക്കായിട്ട് അവരത് ചെയ്തു വെക്കേണ്ട ആവശ്യമോ, അവരങ്ങനെ ഒരു സംഘടന നടത്തി നാടിനെ മെച്ചപ്പെടുത്തണോ ഗുണപ്പെടുത്തണോ ഒന്നും അവരോട് ആരും ആവശ്യപ്പെടുന്നില്ല. ഇപ്പോൾ മൂല്യന്മാരൊക്കെ പഠിച്ചിറങ്ങിയ മൂല്യന്മാരൊക്കെ ആണെങ്കിൽ അവർ പഠിച്ച എല്ലാ സ്ഥാപനവും അവർക്ക് അവരുടെ ദർസുകളൊക്കെ ബാധ്യതകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അതൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇസ്ലാമിലെ ആ സാമ്പത്തിക വ്യവസ്ഥിതി എപ്പോഴും കൃത്യമാണ്.
പിന്നെ വയസ്സായ ആളുകൾക്ക് കൊടുക്കുന്നതിൻ്റെ കുറവ് കാണാം. ഉപ്പക്ക് കൊടുക്കുന്നത് കുറവാണ്. ഉപ്പയുടെ കാലം കഴിഞ്ഞു. ഉപ്പ മക്കളെയൊക്കെ കെട്ടിച്ചു, മകനക്കൊക്കെ പഠിപ്പിച്ച് വലുതാക്കി ജോലി മേടിച്ചു കൊടുത്തു, പേരക്കുട്ടിയും കളിപ്പിച്ചിരിക്കുക. ഇനി വല്യപ്പാക്ക് ഇനിയിപ്പം എന്തിനാ കുറേ സമ്പത്ത്? അപ്പോൾ അവർക്ക് ഒരു നിശ്ചിതമായ ഒരളവ് കൊടുക്കുന്നു. കാരണം ഞാൻ സമ്പത്ത് ഇട്ടിട്ട് അവർക്ക് അധികമല്ല, അവരുടെ കാലം കഴിയാൻ പോകുന്നു. അപ്പോൾ എപ്പോഴും സമൂഹത്തിലിറങ്ങി പുതിയ ഒരു ജനറേഷനെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട താങ്ങും തണലുമായി സാമ്പത്തിക ഇടപെടലുകളൊക്കെ നടത്തേണ്ട യുവാവായ പുരുഷനുക്ക് അവൻ്റെ കയ്യിൽ കൂടുതൽ സ്വത്തവകാശം കൊടുക്കുന്നു. എത്ര കൃത്യമാണ് പരിശുദ്ധ മതം മുന്നോട്ട് വെച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ ഈ ദായക സമ്പ്രദായം, സക്സഷൻ നിയമം എത്ര കൃത്യമാണ്. അതിന് അവിടെ നിന്ന് മാറുന്നുകൊണ്ട് അതിൻ്റെ ഉൾക്കാമ്പുകളൊന്നും മനസ്സിലാക്കാതെ, അതിൻ്റെ സന്ദേശങ്ങളൊന്നും ഉൾക്കൊള്ളാതെ സ്ത്രീകൾക്ക് സ്വത്തവകാശം പകുതിയുള്ളൂ എന്ന് പറയുന്ന, അത് ഇസ്ലാം കൊടുക്കുന്ന സ്ത്രീക്ക് അത്രേ അവളെ പുറത്തിറക്കുന്നുള്ളൂ. അവൾ സമൂഹത്തിലേക്ക് അത്ര ഇറങ്ങിയിട്ട് ഉത്തരവാദിത്തങ്ങളെ കൊടുക്കുകയുള്ളൂ. അതല്ലാത്ത ചില കമ്മ്യൂണിറ്റികൾ സമൂഹത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്ത്രീകളുടെ തലയിൽ അവരേറ്റെടുത്ത് വന്ന് റിസ്ക് എടുത്ത് പ്രയാസപ്പെട്ട് സാമ്പത്തിക ഭാരമൊക്കെ ഏറ്റെടുക്കേണ്ട ആവശ്യം അവരോടാരും പറയുന്നില്ല. അപ്പോൾ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആളുകൾ അത് ചെയ്യാം. അതിനവർക്ക് വേണ്ട സപ്പോർട്ടും മതത്തിൻ്റെ പിന്തുണ കൊടുക്കുന്നു. എത്ര സുന്ദരമായ മതം! വലാ യഹ്മിലുൽ ജനാസത ഇല്ല റിജാലു, പുരുഷന്മാരല്ലാതെ മയ്യിത്ത് ചുമക്കാൻ പാടില്ല. വയുക്റഹു ഹംലുഹാ ലിന്നിസാഇ, സ്ത്രീകൾ മയ്യിത്ത് ചുമന്നു കൊണ്ടുപോകാൻ പാടില്ല. വദഫ്നു ഐലൻ, മറവ് ചെയ്യലും മിൻ വളീഫത്തി റിജാലി, അതൊക്കെ പുരുഷന്മാരുടെ ആണുങ്ങളാണ് ചെയ്യേണ്ടത്. അതിനെ കണ്ടു നിന്നുകൊണ്ട് മാനസികമായിട്ടൊക്കെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യാനുള്ള പക്വതയും പാകതയൊക്കെ അത് പുരുഷന്മാർക്കാണ് ഉണ്ടാവുക. വൗലാഹും ബിഹി അസ്സൗജു, അപ്പോൾ ഏറ്റവും ഒരു ഭാര്യയെ മറവ് ചെയ്യാനും അവളെ ചുമന്നു കൊണ്ടുപോകാനും, കുളിപ്പിക്കാൻ നമ്മൾ ഭർത്താവിന് തേർഡ് സ്റ്റേജിലെ നമ്മൾ ഭർത്താവിന് പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളൂ. ഭർത്താവിന് തേർഡ് സ്റ്റേജിലെ പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളൂ കുളിപ്പിക്കാൻ. കാരണം അതിൽ നമ്മൾ പറഞ്ഞല്ലോ, കൂടുതലായൊരു പ്രൈവസിയും സ്വകാര്യതയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നേരിടേണ്ടി വരുന്ന ഒരു മാനസികമായ ചില പ്രശ്നങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് പുരുഷനക്ക് മൂന്നാമതാണ് കുളിപ്പിക്കേണ്ടത്. ഏറ്റവും സ്ത്രീയെ കുളിപ്പിക്കേണ്ടത് അവളുടെ അടുത്ത കുടുംബക്കാരികൾ, പിന്നെ അന്യ ആളുകൾ, മീൻസ് അയൽവാസികൾ, അവരുടെ കൂട്ടുകാരികളൊക്കെ. നെക്സ്റ്റാണ്, തേർഡിലാണ് നമ്മൾ ഭർത്താവിന് അവസരം പറഞ്ഞത്. എന്നാൽ മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകാനും മറവ് ചെയ്യാനൊക്കെ അത് ഭർത്താവാണ് അവിടെ പൊസിഷൻ. അത് അന്യാണുങ്ങളല്ലല്ലോ. ഒരു സ്ത്രീ മരിച്ചാൽ ആ സ്ത്രീയെ കഫംപുടന്ന് എടുത്ത് ഖബറിൽ വെക്കാൻ നാട്ടിൽ അന്യാണുങ്ങളല്ല വരേണ്ടത്. അത് ഭർത്താവും ആ സ്ത്രീയുടെ സഹോദരന്മാരുമൊക്കെയാണ് വരേണ്ടത്. വൗലാഹും ബിഹസ്സൗജു സുമ്മ ഔലാഹും ബിസ്വലാത്തി, പിന്നെ ആരാണോ ആ മയ്യത്തിൻ്റെ മേലിൽ നിസ്കരിക്കാൻ പ്രിഫറൻസ് കൊടുത്ത ആളുകൾ, ആ നിസ്കരിക്കാൻ നമ്മളിവിടെ കുറേ ആളുകൾ പറഞ്ഞിരുന്നു, അവരാണ് പിന്നെ മറവ് ചെയ്യാനൊക്കെ വരുന്നത്. അപ്പോൾ മറവ് ചെയ്യുന്ന പൊസിഷനും പറഞ്ഞു, നിസ്കരിക്കുന്ന പൊസിഷനും നമ്മൾ ഇമാമത്ത് നിൽക്കുന്ന നിസ്കരിക്കുക, മീൻസ് നേതൃത്വം നൽകി ഇമാമ നിൽക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വല്ലൗലാ ബിത്തൽഖീനിൽ മയ്യിത്തി, മയ്യത്തിന് തൽഖീന് ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് റജുലുൻ മിൻ അഹ്ലി ദീനി വസ്സലാഹി മിൻ അഖാരിബിഹി, അവൻ്റെ കുടുംബത്തിൽപ്പെട്ട നല്ല ദീനും ഒക്കെ ഉള്ള, ദീനിൻ്റെ ആളായാൽ മാത്രം പോരാ, സ്വലാഹിയത്തും വേണം. ആള് ദീൻ കൊണ്ട് നടക്കുന്ന, ദീനിൻ്റെ ആളുകളുടെ കൂടെ നടക്കുന്ന മുദരിസും ഖത്തീബും ഒക്കെയാണ്. ഇനി അദ്ദേഹത്തിനകത്ത് സ്വലാഹിയത്ത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാട്ടെ. നല്ല ആളുകളോടുകൂടി ജീവിച്ച് നല്ല ആളുകൾ ചെയ്യുന്നതൊക്കെ കണ്ടു മനസ്സിലാക്കി പിന്നെ അവർക്ക് കിട്ടേണ്ടത് കിട്ടാതെ ആയിപ്പോയി കഴിഞ്ഞാൽ വലിയ പരാജയമാണ്. ഒരാൾ ഒരുപാട് കാലം ഒരു ഉസ്താദായി ജീവിച്ചു, ഇൽമിൻ്റെ അഹ്ലുകാരുടെ കൂടെ നിന്നു, അവരുടെ ആത്മീയമായ ശോഭകളും തണലുകളൊക്കെ അദ്ദേഹം ഏറ്റും മറിഞ്ഞും കണ്ടും വാങ്ങി. അതുപോലെ തന്നെ മറ്റൊരാളും അങ്ങനെ കുറേ നിന്ന് അവരെ കൂട്ടത്തിലായി നിന്ന്, എന്നിട്ട് അദ്ദേഹത്തിന് അത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ
വളരെ വലിയ പരാജയമാണ് എന്ന് മഹാന്മാരത് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ലാത്ത ആള് അദ്ദേഹം ഉസ്താദുമാരോടുകൂടി പണ്ഡിതന്മാരോടുകൂടെ അല്ല അദ്ദേഹത്തിൻ്റെ സഹവാസം, അദ്ദേഹത്തിന് അങ്ങനത്തെ അവസരം കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു മേഖലയായ അദ്ദേഹം വളർന്നതും ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും കുടുംബം പുലർത്തുന്നതും ഒക്കെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു. അദ്ദേഹത്തിനും എക്സ്ക്യൂസ് ഉണ്ട് എന്നുള്ളതല്ല, എന്നാലും ഇദ്ദേഹത്തെക്കാളും നമ്മൾ ആദ്യം പറഞ്ഞ വിഭാഗമാണ് പരാജയത്തിൽപ്പെടുക. അപ്പൊ ദീനിന്റെ ആളുകൾ അവരോടുകൂടെ സ്വലാഹിയത്ത് വേണം. അപ്പൊ നമ്മുടെ SSFന്റെ പ്രവർത്തകന്മാർ അവർ നാശാകാൻ പാടില്ല. കാരണം അവർക്ക് നേതൃത്വം നൽകുന്നത് പണ്ഡിതന്മാരാണ്. അവരുടെ കൂടെയുള്ളത് ഉസ്താദുമാർ അവർക്ക് നേതൃത്വം നൽകുന്നുണ്ട്. തങ്ങന്മാരുടെ സാന്നിധ്യം അവർക്കുണ്ട്. അവർക്ക് ഇഷ്ടംപോലെ പരിപാടികളും പദ്ധതികളുമുണ്ട്. ആത്മീയ ഉണർവിനെ കുറിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും SYSന്റെയും SSFന്റെയും മുസ്ലിം ജമാഅത്തിന്റെ ആളുകൾക്ക് നമ്മുടെ സംഘടന കൊടുത്തിട്ടുണ്ട്. അവർക്ക് മേലെയുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അതിൻ്റെ കീഴിലാണ് നമ്മുടെ മറ്റ് സംഘടനകളൊക്കെ വരുന്നത്. അപ്പം വലിയ നേതൃത്വങ്ങളും അവിടെ നിർദ്ദേശങ്ങളും ഒക്കെ ലഭിച്ചിട്ടും നമ്മുടെ പ്രവർത്തകർ ഇനി ആരെങ്കിലും നാശായി പോവുകയാണെങ്കിൽ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് അപകടമാണ്, അബദ്ധമാണ്. കാരണം ചേർന്നു നിൽക്കുന്ന ആളുകൾ നല്ല ആളുകളായിട്ട് അവരെ പകർത്താൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ കുറേ നന്മയിലേക്ക് അവസരങ്ങൾ തന്ന് ക്ഷണിച്ചിട്ടും അതിനെ മാറി തിരിഞ്ഞു പോകുമ്പോൾ അപകടമാണ്. ഇനി ആ മാർഗം തിരഞ്ഞെടുക്കാതെ ഞാൻ വേറെ ടീമിൻ്റെ കൂടെ തന്നെ പോകുക എന്ന് പറഞ്ഞാലോ, അവൻ്റെ ആ സെലക്ഷൻ തന്നെ മോശമാകുമ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവൻ നന്നായി മോശപ്പെട്ടാൽ ഒരു എക്സ്ക്യൂസും പിന്നെ അവനക്ക് എന്തായാലും പറയാനുണ്ടാവില്ല. അവൻ തന്നെ നല്ല വഴി തിരഞ്ഞെടുത്തില്ല എന്നേ പറയാൻ പറ്റുകയുള്ളൂ. ഇബ്ലീസ് പറഞ്ഞ മാതിരിയോ ഒരു തീരുമാനം എടുത്തു എന്നേ പറയാനുണ്ടാവുള്ളൂ. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ കുടുംബത്തിൽപ്പെട്ട ദീനും സ്വലാഹിയത്തൊക്കെ ഉള്ള ഒരാളായിരിക്കണം എനിക്ക് തൽക്കീം ചൊല്ലിക്കൊടുക്കുന്നത്. കാരണം അത് ഒരു അവസാനത്തെ ക്ലാസ്സാണ്. ഓർമ്മപ്പെടുത്തലുകൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൗരവമായ ഒരു കൈമാറ്റമാണ് വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈമാനും ഉറപ്പും അദ്ദേഹത്തിന് അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹു റബ്ബി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസികമായ പ്രകമ്പനം, മുഹമ്മദുൻ നബിയേ വൽ ഇസ്ലാമു ദീനി എന്ന് പറഞ്ഞ് അത് അദ്ദേഹത്തിന് ഇങ്ങോട്ട് പകർന്നു കൊടുക്കുന്ന സമയത്ത് ആ ഒരു നേടിയെടുക്കാനുള്ള പലതുമുണ്ട്. ആ നല്ല ദീനുള്ള സ്വലാഹുള്ള ആളിൽ നിന്നാകുമ്പോൾ, അതോടുകൂടി തന്നെ അവർക്കിടയിൽ ഒരു കുടുംബ ബന്ധം കൂടി ഉണ്ടാകുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ഒരു ദൗത്യം, ആ തൽഖീൻ എന്നുള്ള ആ ഒരു പ്രവർത്തനം അത് ഒരു ഫലപ്പെടും. അതുകൊണ്ടാണ് അങ്ങനെ ആവശ്യപ്പെട്ടത്. അല്ലാതെ ആ പള്ളിയിലെ മുക്രിയുടെ അവകാശമൊന്നുമല്ല അത്. നമ്മൾ മനസ്സിലാക്കുക, പള്ളിയിലെ മുഅദ്ദിന്റെ അവകാശമൊന്നുമല്ല. അപ്പോൾ ജീവിതകാലത്ത് നല്ല നിലക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് നല്ല ജീവിതം മരണശേഷം കിട്ടും. അപ്പോൾ മരിക്കാൻ വേണ്ടി ഒരുങ്ങി ജീവിക്കുന്ന ആളുകൾക്കുള്ളതാണ് നല്ല ജീവിതം. അടുത്ത ജീവിതം എങ്ങനെയാണ് എന്ന് പരീക്ഷിക്കാനുള്ള ആ ഒരു ജീവിതം മാത്രമാണ് ദുന്യവിയായ ജീവിതമായിട്ട് അല്ലാഹു തആല തന്നിട്ടുള്ളത്. ഇത് ജസ്റ്റ് പരീക്ഷയാണ്. അപ്പോൾ ഒരു പരീക്ഷാ ഹാളിൻ്റെ കുടുസും ആ പരീക്ഷാ ഹാളിൻ്റെ കൃത്യമായ സമയവും ആ പരീക്ഷാ ഹാളിലിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവുന്ന പരീക്ഷാബോധവും എല്ലാ ആളുകൾക്കും ഉണ്ടാവില്ല. ചിലപ്പോൾ പരീക്ഷാ ഹാളാണെന്ന് മറന്നു പോകാം. പരീക്ഷാ ഹാളിൽ കിട്ടാത്ത സുഖസൗകര്യങ്ങൾ ഈ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഇത് നിത്യമാണ് എന്ന് തോന്നിക്കുന്ന ഇഷ്ടംപോലെ ചിന്തകൾ, സന്തോഷങ്ങൾ അവനിലേക്ക് വന്നു ചേരാം. നമുക്കറിയാം, ദുബായിലൊക്കെ പോയിട്ട് ദുബായിൽ കുറച്ച് ആളുകൾക്ക് നിസ്കരിച്ച് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതി സുബ്ഹാനല്ലാഹ് 33 വട്ടം ചൊല്ലി ദുആർക്കാൻ പറ്റിയോ? ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ? വിത്ർ നിസ്കരിക്കാൻ പറ്റുമോ? ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് 100 സ്വലാത്ത് ഓതാൻ പറ്റുമോ? 2 പേജ് ഖുർആൻ ഓതാൻ പറ്റുമോ? അതൊക്കെ തന്നെ വലിയ ഭാഗ്യം. ആ പൈസ ഇല്ലെങ്കിലും അവന് ഇതൊക്കെ പൈസ ഉണ്ടായിട്ട് ഇതൊക്കെ കിട്ടിയോ വലിയ ഭാഗ്യമായി. പൈസയുണ്ട്, ജീവിക്കാനുള്ള സംവിധാനമുണ്ട്,
ഒരു മനുഷ്യനോട് യോജിക്കും വേണ്ട, നല്ല മാന്യമായ ജോലിയുണ്ട്, സ്വതക്ക കൊടുക്കാനുള്ള മനസ്ഥിതിയുണ്ട്, സക്കാത്തും കൊടുക്കുന്നുണ്ട്, ഇബാദത്തൊക്കെ അടിപൊളിയായിട്ട് ചെയ്യണുണ്ട്. ഭലേ ബേഷ്, അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആഖിറത്തിലേക്ക് സമ്പാദിക്കലോടുകൂടെ തന്നെ ദുനിയാവിൽ ഇവിടെ റാഹത്തായ രൂപത്തിൽ, അതും ആഖിറത്തിലേക്ക് സംവിധാനിക്കുന്ന രീതിയിൽ. അപ്പോൾ നല്ല അലക്കി കുളിച്ച് ഡ്രസ്സ് വന്നു വാഷിംഗ് മെഷീനിലിട്ട് അലക്കി പെട്ടെന്ന് ഉണക്കി അടുത്ത പരിപാടിക്ക് പോകാൻ ഡ്രസ്സ് നമുക്ക് കിട്ടി. നല്ല വണ്ടി സംവിധാനങ്ങൾ, യാത്ര എളുപ്പമാകുന്നു, ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, ഇബാദത്തിന് എല്ലാ സംവിധാനവും കിട്ടുന്നു. അത് നമ്മളെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും നമ്മളെ പൈസയും നമ്മളെ സംവിധാനങ്ങളൊക്കെ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട രീതിയിലേക്ക് അങ്ങനെ നമ്മൾ ചെയ്യുക. ഇപ്പോൾ ബൈക്കാണ് നമുക്കുള്ളത്, പക്ഷെ ബൈക്കിൽ യാത്ര ഉണ്ട്, പ്രയാസമാണ്. ഞാൻ പഠിച്ചവനൊരു കാറ് കയറട്ടെ. ഇപ്പോൾ മഞ്ഞും മഴയും വന്യജീവികളൊന്നും പ്രശ്നമല്ലാതെ റാഹത്താ രൂപത്തിൽ കാറിൽ പോയിട്ട് ക്ലാസ് എടുക്കാനും പള്ളിയിലേക്കും മഹലിലേക്കും തദ്രീസ് എടുത്താനൊക്കെ പോകാൻ പറ്റുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ആ കാറാണ് അവിടെ ഇസ്സത്തുള്ളത്. ആ കാറ് കൊണ്ട് ആ കാര്യങ്ങൾക്ക് തന്നെ കാറിനെ ഒഴിവാക്കുക. സംസാരിക്കാനും പ്രസംഗിക്കാനും കഴിവുണ്ട്, അത് ദീനിന് ഉപകരിക്കുന്നു. നല്ല പവറുള്ള മെമ്മറി ഉണ്ട്, അത് ദീനിന് ഉപകരിക്കുന്നു. ആളുകളോട് ഇടപഴകിക്കൊണ്ട് അവരെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി പറ്റാൻ പറ്റുന്നു, അത് ദീനിന് ഉപകരിക്കുന്നു. അങ്ങനെ വെച്ച് നോക്കി. അപ്പം അതന്നെയാണ് റാഹത്ത്. അല്ലാതെ ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിൽ അവിടെ ചെന്ന് കുറേ ഫുഡിൻ്റെ വ്ളോഗ് ഇട്ട് അവിടെ കുറേ പൈസയൊക്കെ ചിലവാക്കി അവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട്, ചില ആളുകൾക്ക് അങ്ങനെ ചിന്ത, ദുബായിലെത്തി എന്തോ അങ്ങോട്ട് കാട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൗദിയിൽ അവിടെ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞ് സമ്പാദിച്ച് പൈസയൊക്കെ അവിടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതെന്തോ ഭയങ്കര സംഭവമാണ് തോന്നുന്ന മാതിരിയാണല്ലോ. അള്ളാഹു തആല സൽബുദ്ധി നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.